ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരുപാട് താരങ്ങൾ ഭാഗമാകുന്ന നമ്മുടെ ലാലേട്ടൻ കൂടി ഗസ്റ്റ് റോളിൽ എത്തുന്ന ഒരു തെലുഗു പാൻ സിനിമയാണല്ലോ കണ്ണപ്പ. നേരത്തെ ഈ മാസം ഏപ്രിൽ 25-ാം തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ടു എന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ശരിവയ്ക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ജൂൺ മാസം 27-ാം തീയതി മാത്രമേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. ലാലേട്ടന്റെ വലിയ വിജയം നേരിടുത്ത ഛോട്ടാ മുംബൈ എന്ന കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടായതാണ്. ഇപ്പോഴത്തെ നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ലാലേട്ടന്റെ ജന്മദിനത്തിൽ മെയ് 21-ാം തീയതി ഛോട്ടാ മുംബൈ തിയേറ്ററുകളിലേക്ക് വീണ്ടും റിലീസ് ചെയ്തെത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത വർഷം അവധിക്കാലത്ത് ഒരുപാട് വലിയ ഇന്ത്യൻ സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിലൊന്നാണ് പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ ജൂനിയർ NTR നായകനെ എത്തുന്ന NTR നീൽ. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ സിനിമയിലേക്ക് ഇപ്പോഴത്തെ ജൂനിയർ NTR വരുന്ന ഏപ്രിൽ 22-ാം തീയതി ജോയിൻ ചെയ്യുമെന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അടുത്ത വർഷം ഏപ്രിൽ റിലീസായിട്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. നോബഡി എന്ന പൃഥ്വിരാജിന്റെ നിസാം ബഷീർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ്. പൂജയോടൊപ്പം തന്നെ ഷൂട്ടിങ്ങും ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ വലിയൊരു താരനിര തന്നെ ഭാഗമാകുന്നു. പൃഥ്വിരാജ് പാർവതി കോംബോ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമയിൽ ഇവരെ കൂടാതെ അശോകൻ, മധുബാൽ, ഒപ്പം തന്നെ ഹക്കീം ഷാ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. സിനിമയ്ക്ക് ഏകദേശം 120 ദിവസത്തെ ഷൂട്ടുണ്ടെന്നും അതിൽ 70 ദിവസത്തെ പൃഥ്വിരാജിന്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ വലിയൊരു സിനിമയാണ് ഈ സിനിമ എന്ന് വ്യക്തം. ഇനി ആസിഫിന്റെ വലിയ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് ഡാക്ക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ മാസം തന്നെ ആരംഭിക്കും. ഈ സിനിമയ്ക്കും 120 ദിവസത്തെ ഷൂട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ 100ഓളം ദിവസങ്ങൾ ആസിഫിന് മാത്രം ഷൂട്ടുണ്ട്. ആസിഫിന്റെ കരിയറിലെ വലിയ ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് ടിക്കറ്റ് ഡാക്ക. രോഹിത് VS ആണ് സിനിമയുടെ സംവിധായകൻ. തമിഴിൽ വലിയൊരു തിരിച്ചുവരവ് ആവശ്യമുള്ള നടനാണല്ലോ സൂര്യയുടെ അടുത്ത സിനിമയാണ് റെട്രോ. മെയ് 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന കാർത്തിക് സുബ്രാജ് സിനിമയുടെ ഏറ്റവും പുതിയ സ്റ്റില്ലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ 3-ാമത്തെ സിംഗിൾ ഉടൻ പുറത്തു വരുമെന്നൊരു അപ്ഡേറ്റ് ആണ് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന് അടുത്ത ആഴ്ച ഒരു ഓഡിയോ ലോഞ്ച് എല്ലാം തന്നെ ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലടക്കം പ്രൊമോഷൻസ്, ഓഫ്ലൈൻ പ്രൊമോഷൻസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.